ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു ഭാഗത്ത് നിന്ന് എന്തെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് LPUP പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം 2023 UP സ്കൂൾ ടീച്ചർ എക്സാമിന് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക, ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക. ഇതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യത്തിൽ പെടാത്തത് വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക എന്നതാണ്. അതായത് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്താൻ INCക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്താൻ സാധിച്ചിട്ടുണ്ട്. വിദേശ വസ്തു വിൽക്കുന്ന കടകൾ ഉപരോധിക്കുക എന്നുള്ളത് അതിൻ്റെ ധർമ്മത്തിൽ പെട്ടതായിരുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് A.O. ഹ്യൂമാണ്. 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത്. കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ പ്രസ്താവനകളാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതായത് 2ഉം 3ഉം പ്രസ്താവനകൾ കറക്റ്റാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായിട്ടുള്ളത്. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. 2023 LP സ്കൂൾ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് A.O. ഹ്യൂമാണ് എന്നുള്ളത് തെറ്റാണ്. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ സ്ഥാപക സമ്മേളനം നടന്നത്, കറക്റ്റാണ്. 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ഡോക്ടർ ആനി ബെസൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ അധ്യക്ഷ ഡോക്ടർ ആനി ബെസൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28 ഇതിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. കോൺഗ്രസിന് ആ പേര് നൽകിയിട്ടുള്ളത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസിന് ആ പേര് നൽകിയിട്ടുള്ളത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ നേരത്തെ പ്രസ്താവനയിൽ ആദ്യത്തെ പ്രസിഡന്റ് A.O. ഹ്യൂമാണ്, അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ പ്രസിഡന്റ് W.C. ബാനർജിയാണ്, വുമേഷ് ചന്ദ്ര ബാനർജി. W.C. ബാനർജി എന്നുള്ളത് വുമേഷ് ചന്ദ്ര ബാനർജി എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകന് അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകന് അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സെക്രട്ടറി അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ A.O. ഹ്യൂമാണ്. അപ്പോൾ സ്ഥാപകനും സെക്രട്ടറിയും A.O. ഹ്യൂമാണ്. എന്നാൽ പ്രസിഡന്റ് W.C. ബാനർജിയാണ്, അതായത് വുമേഷ് ചന്ദ്ര ബാനർജി. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? പൂനെയാണ്. എന്നാൽ ആദ്യത്തെ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് G. സുബ്രഹ്മണ്യ അയ്യരാണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ. 1887
കോൺഗ്രസ് സമ്മേളനം ചെന്നൈയിൽ വെച്ച് നടന്നു. 1887 ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനം ചെന്നൈയിൽ വെച്ച് നടന്നു. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയി ആയിരുന്നു ഡഫറിൻ പ്രഭു. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയി ആയിരുന്നു ഡഫറിൻ പ്രഭു. കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ: ജനാധിപത്യപരമായ ദേശീയ പ്രസ്ഥാനം രൂപീകരിക്കുക, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തിയെടുക്കുക, ജനങ്ങളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക, കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയ ബോധം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ഇന്ത്യൻ ദേശീയതയെ ശ്രദ്ധാപൂർവം പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ. ജനാധിപത്യപരമായ ദേശീയ പ്രസ്ഥാനം രൂപീകരിക്കുക, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തിയെടുക്കുക, ജനങ്ങളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക, കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയ ബോധം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തിയെടുക്കുക, അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഇന്ത്യൻ ദേശീയതയെ ശ്രദ്ധാപൂർവം പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക. ഇത്രയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല നാമം ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നതാണ്. കോൺഗ്രസ്സിന് ആ ഒരു പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജിയാണ്. ആദ്യത്തെ സെക്രട്ടറിയാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം അഥവാ എയോ ഹ്യൂം. ആദ്യം സമ്മേളനം നടത്താൻ നിർദ്ദേശിച്ചിരുന്ന സ്ഥലം പൂനെ ആയിരുന്നു. പിന്നീട് മുംബൈയിൽ വെച്ചിട്ട് ഗോകുൽദാസ് തെജ്പാൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സമ്മേളനം നടന്നിട്ടുള്ളത്. പങ്കെടുത്ത പ്രതിനിധികൾ 72 പേരായിരുന്നു. INCയുടെ രൂപീകരണ സമ്മേളനത്തിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് സുബ്രഹ്മണ്യ അയ്യരാണ് ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ. 1887 കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ. 1887 കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയാണ് ഡഫറിൻ പ്രഭു. കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയി ആയിരുന്നു ഡഫറിൻ പ്രഭു. ആദ്യത്തെ മലയാളി ബാരിസ്റ്റർ GP പിള്ള. ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് സുബ്രഹ്മണ്യ അയ്യർ. ആദ്യത്തെ സമ്മേളനത്തെ ആശംസിച്ച വൈസ്രോയി ഡഫറിൻ പ്രഭു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങളിൽ എന്തൊക്കെയായിരുന്നു? ജനാധിപത്യപരമായ ദേശീയ പ്രസ്ഥാനം രൂപീകരിക്കുക, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തിയെടുക്കുക, ജനങ്ങളെ രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക, കൊളോണിയൽ വിരുദ്ധ രാഷ്ട്രീയ ബോധം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയ ബോധം വളർത്തിയെടുക്കുക, ഇന്ത്യൻ ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, ഇന്ത്യൻ ദേശീയതയെ ശ്രദ്ധാപൂർവം പ്രോത്സാഹിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക. ഇതൊക്കെ തന്നെ INCയുടെ ലക്ഷ്യങ്ങളായിരുന്നു. INCയുടെ ആദ്യകാല വനിതാ പ്രസിഡന്റായിരുന്നു ആനി ബെസന്റ്. INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു സരോജിനി നായിഡു. INCയുടെ പ്രസിഡന്റായിരുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു സരോജിനി നായിഡു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ INC പ്രസിഡന്റാണ് ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ INC പ്രസിഡന്റായിരുന്നു ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള വനിതകളാണ്. 1917 ആദ്യമായിട്ട് ആനി ബെസന്റ് കോൺഗ്രസ് പ്രസിഡന്റായി. 1925 സരോജിനി നായിഡു. 1933 നെൽസൺ ഗുപ്ത. 1933 ഇന്ദിരാഗാന്ധി 1959 കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി. 1998 സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് മാറി. അപ്പം 1917 ആനി ബെസന്റ്, 25 സരോജിനി നായിഡു, 33 നെൽസൺ ഗുപ്ത,
1959 ഇന്ദിരാഗാന്ധി, 1998 സോണിയാഗാന്ധി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന മലയാളിയാണ് സർ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളിയാണ് സർ സി ശങ്കരൻ നായർ. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആദ്യമായിട്ട് പങ്കെടുത്ത, അതിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ ജി പി പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന മലയാളി സർ സി ശങ്കരൻ നായർ. ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡൻ്റായ വനിതകൾ 1917 ആദ്യമായിട്ട് ആനി ബസന്റ് കോൺഗ്രസ് പ്രസിഡൻ്റായി. സരോജിനി നായിഡു ആണ് രണ്ടാമതായിട്ട് 1925. ദെൻ 1933 നെല്ലിസൺ ഗുപ്ത, 1959 ഇന്ദിരാഗാന്ധി, 1998 സോണിയാഗാന്ധി. ഇങ്ങനെയാണ് പ്രസിഡന്റ് പദവിയിലേക്ക് വന്നിട്ടുള്ളത്. INCയുടെ ആദ്യത്തെ പാഴ്സി മതക്കാരനായിട്ടുള്ള പ്രസിഡന്റാണ് ദാദാബായ് നവറോജി. INCയുടെ ആദ്യത്തെ പാഴ്സി മതക്കാരനായിട്ടുള്ള പ്രസിഡന്റാണ് ദാദാബായ് നവറോജി. INCയുടെ പ്രസിഡന്റായിട്ടുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് ദാദാബായ് നവറോജി. കൊൽക്കട്ടയിൽ 1886 കൊൽക്കട്ടയിലെ INC സമ്മേളനത്തിൽ INCയുടെ പ്രസിഡന്റായിട്ടുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? ദാദാബായ് നവറോജി. 1897 സി ശങ്കരൻ നായർ അധ്യക്ഷപദം അലങ്കരിച്ചു. അപ്പോൾ 1897 അധ്യക്ഷപദം അലങ്കരിച്ച് സർ സി ശങ്കരൻ നായർ ആദ്യമായൊരു മലയാളി അധ്യക്ഷപദം അലങ്കരിച്ചു അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ട്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് സർ സി ശങ്കരൻ നായർ ആദ്യമായിട്ട് അധ്യക്ഷപദം അലങ്കരിക്കുന്നത്. INCയുടെ പ്രസിഡന്റായിട്ടുള്ള ആദ്യത്തെ മുസ്ലിമാണ് ബദ്രുദ്ദീൻ തിയാബ്ജി. 1887 മദ്രാസിലുള്ള മദ്രാസ് കോൺഗ്രസ് സമ്മേളനത്തിൽ 1887 മദ്രാസിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ബദ്രുദ്ദീൻ തിയാബ്ജി ആദ്യം മുസ്ലിം INC പ്രസിഡന്റായിട്ട് അധികാരമേറ്റു. INCയുടെ പ്രസിഡന്റായിട്ടുള്ള ആദ്യത്തെ വിദേശിയാണ് ജോർജ് യൂൾ. 1888 അലഹബാദിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ INCയുടെ പ്രസിഡന്റായിട്ട് ജോർജ് യൂൾ പ്രസിഡന്റായിട്ട് മാറി. INCയുടെ പ്രസിഡന്റായിട്ടുള്ള ആദ്യ ദക്ഷിണേന്ത്യക്കാരാണ് P. അനന്ത ചാർലോ. 1891 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് അനന്ത ചാർലോ INCയുടെ പ്രസിഡന്റായിട്ട് മാറിയത്. 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായിട്ടുള്ള വിദേശിയാണ് സർ വില്യം വെഡർബേൺ. 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായിട്ടുള്ള വിദേശിയാണ് സർ വില്യം വെഡർബേൺ. 1889 ബോംബെ, 1910 അലഹബാദ് എന്നീ കോൺഗ്രസ് സമ്മേളനങ്ങളിൽ INCയുടെ പ്രസിഡന്റായിട്ട് മാറി. 2 പ്രാവശ്യം INCയുടെ പ്രസിഡന്റായിട്ടുള്ള വിദേശിയാണ് വില്യം വെഡർബേൺ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ്. 1940-46 6 വർഷക്കാലം മൗലാന അബുൽ കലാം ആസാദ് പ്രസിഡന്റായിട്ട് അധികാരമേറ്റു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ INCയുടെ പ്രസിഡന്റാണ് BN ധർ. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. ഈ സമയത്ത് INCയുടെ പ്രസിഡന്റാണ് BN ധർ. 1907 സൂററ്റ് പിളർപ്പ് സമയത്ത് INCയുടെ പ്രസിഡന്റാണ് റാഷ് ബിഹാരി ഘോഷ്. 1907 സൂററ്റ് പിളർപ്പ് സമയത്ത് INCയുടെ പ്രസിഡന്റായിരുന്നു റാഷ് ബിഹാരി ഘോഷ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് AC മജുംദാറാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് AC മജുംദാറാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് AC മജുംദാർ ആയിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത്, ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം കൽക്കട്ടയിൽ 1901 അധ്യക്ഷത വഹിച്ചത്, അതായത് ഈ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷത ദിൻഷാ വാച്ചയായിരുന്നു. ദിൻഷാ വാച്ച, അതായത് DE വാച്ചയാണ്, അതായത് ദിൻഷാ എഡുൽജി വാച്ചയാണ് ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് 1901. എന്നാൽ ഗാന്ധിജി അധ്യക്ഷനായത് ഏതിലാണ്?
1924 ബൽഗാമിൽ വെച്ച് നടന്ന, കർണാടകയിലെ ബൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനായത്. 1924 കർണാടകയിലെ ബൽഗാമിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ ഗാന്ധിജി അധ്യക്ഷനായി. എന്നാൽ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞാൽ 1901 കൽക്കട്ടയിൽ വെച്ചിട്ടുള്ളതാണ്. ഇതിൽ അധ്യക്ഷത വഹിച്ചത് ദിൻഷാ എഡുൽജി വാജ്പേയി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കവാട സിദ്ധാന്തം കൊണ്ടുവന്നത് ലാലാ ലജ്പത് റായ് ആണ്. ഈ ലാലാ ലജ്പത് റായ് പങ്കെടുത്ത പ്രസിഡന്റായി തീർന്ന സമ്മേളനം 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിലാണ്. പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നതും അദ്ദേഹമാണ്. ദ ലയൺ ഓഫ് പഞ്ചാബ് ഓർ ഷെർ ഇ പഞ്ചാബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ലാലാ ലജ്പത് റായിയാണ്. 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ അദ്ദേഹമാണ്. അതുപോലെ സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ അടിയേറ്റ് മരിച്ച നേതാവും അദ്ദേഹമായിരുന്നു. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ അടിയേറ്റ് മരണം വരിക്കേണ്ടി വന്ന നേതാവും ലാലാ ലജ്പത് റായിയാണ്. അതുപോലെ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂറാണ്. എന്നാൽ ജനഗണമന ആദ്യമായിട്ട് ആലപിക്കപ്പെടുന്ന ഏത് വർഷമാണ്? 1911. അതായത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം. ആ സമയം INC പ്രസിഡന്റ് BN ദർ ആണ്. ഓൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായ് ആണ്. AITUCൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകന്, പഞ്ചാബ് കേസരി, ലയൺ ഓഫ് പഞ്ചാബ്, അതുപോലെ ഷെർ ഇ പഞ്ചാബ് എന്നറിയപ്പെടുന്നു. അതുപോലെ 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനത്തിൽ പ്രസിഡന്റായിട്ട് മാറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ കവാട സിദ്ധാന്തം കൊണ്ടുവന്നത് ലാലാ ലജ്പത് റായ് ആയിരുന്നു. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് രാംസിംഗ് താക്കൂർ. ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ദേശീയഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കട്ട സമ്മേളനമാണ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് ഭാഗ്യോ വിധാത എന്ന പേരിലായിരുന്നു. ജനഗണമന രചിച്ചിരുന്ന ഭാഷ ബംഗാളി. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ആണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം രാഗമാണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം എന്ന് പറയുന്നത് ശങ്കരാഭരണം രാഗമാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കട്ട സമ്മേളനമാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം 1896 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇതിൻ്റെ രചയിതാവ്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ജദുനാഥ് ഭട്ടാചാര്യയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അതായത് ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് 1882 ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് ഈ ഒരു കൃതി, അതായത് വന്ദേ മാതരം രചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയെ മദർ ഐ ബോട്ട് ടു ദി എന്ന പേരിൽ അറിയപ്പെടുന്നു. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരവിന്ദ് ഘോഷാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 ഇതേ ദിവസം തന്നെയാണ് ജനഗണമനയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത്. വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡാണ്. 65 സെക്കൻഡ് സമയമാണ് വന്ദേ മാതരം ആലപിക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. 1896 കൊൽക്കട്ട സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിച്ചത്. ജദുനാഥ് ഭട്ടാചാര്യയാണ് അതിന് സംഗീതം നൽകിയിട്ടുള്ളത്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേ മാതരം ആനന്ദമഠം എന്ന കൃതിയിൽ നിന്ന് 1882 ഇതിൻ്റെ കൃതി, ഈ ഒരു കൃതി രചന നടന്നിട്ടുള്ളത്. 1950 ജനുവരി 24 ഇതിനെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയം 65 സെക്കൻഡാണ്. 65 സെക്കൻഡാണ് വന്ദേ മാതരം ആലപിക്കാൻ വേണ്ട സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.